എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു. അവസാനം രചനയോടും ആകാശിനോടും ആയിട്ട് ആദിത്യം ചോദിക്കണം, അതെ, നിങ്ങൾ തമ്മിൽ ലിവിങ് ടുഗദർ ആണോ എന്നുള്ള കാര്യം എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കുക എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എന്ത് മറുപടി പറയണമെന്ന് രചനയ്ക്കോ ആകാശിനോ അറിയില്ലായിരുന്നു. പെട്ടെന്ന് രചന പറഞ്ഞു, അത് മോനെ, നിന്റെ ഡാഡിയിൽ നിന്നും എനിക്ക് വിവാഹമോചനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഡിവോഴ്സ് കിട്ടാത്തോണ്ടാ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാത്തെന്ന് പറയാ. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അത് ശരിയാ, അതുകൊണ്ട് മാത്രമോ മോനെ, ഇനി വേണം മോന്റെ അമ്മയെ ഡാഡിക്ക് കല്യാണം കഴിക്കാനെന്ന് പറയാം. കല്യാണം കഴിക്കണം. എന്റെ ഫ്രണ്ട്സിനെയൊക്കെ മുന്നിൽ ഞാൻ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുക. ലിവിങ് ടുഗദർ ആണെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും എനിക്ക് നല്ല വിഷമം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, അധികം വൈകാതെ തന്നെ ഞാനും മോന്റെ ഡാഡിയും തമ്മിൽ ഒന്നിക്കും, ഞങ്ങൾ വിവാഹിതരാകും എന്ന് പറയണം. അത് മതി, എനിക്കത് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം രചന പറഞ്ഞു, കഴിഞ്ഞിട്ടില്ല അവൻ പറഞ്ഞത്. അവന്റെ ചോദ്യം ന്യായമായിട്ടുള്ളതല്ലേ. അവന്റെ മുന്നിൽ ഇപ്പം നാണം കിട്ടു പോയത് ആരാ? ഞാൻ മുമ്പേ ആകാശിനോട് ഈ കാര്യം പറഞ്ഞത്, നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കണമെന്ന്. ഇനി എന്തിനു വേണ്ടിയിട്ടാ? ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ കഴുത്ത് താലി ആർത്താന്നല്ലേ ആകാശ് പറഞ്ഞെന്ന് ചോദിക്കുക. പെട്ടെന്ന് ആകാശ് പറഞ്ഞു, അത് പിന്നെ ചിപ്പിമോളുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് ഇനി വേണ്ട. ചിപ്പിമോളുടെ കാര്യത്തിലൊരു തീരുമാനമാക്കാൻ പോകണ്ട. ആദ്യം നമ്മുടെ വിവാഹം, അതിനുശേഷം മതി എന്ന് പറയണം. രചന, നീ ഇങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കല്ലേ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് സാവകാശം കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയാം. ഇനി എന്തിനു വേണ്ടിയിട്ടാ ആകാശിന് സാവകാശം? ഇത് പറഞ്ഞാൽ നമ്മൾ മുമ്പേ ഉടക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി അവന്റെ മുന്നിൽ എനിക്ക് കള്ളത്തരം പറയാനും പറ്റില്ല. അറിയാലോ, വെറുതെ എന്തിനാ അവനോട് ഇനി കള്ളത്തരമൊക്കെ പറയണേ? അതിന്റെ കാര്യമില്ല എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് രചന അങ്ങോട്ടേക്ക് പോവാ. ഈ സമയം ആകാശം മനസ്സ് വിചാരിച്ചു, ഒരു കാരണവശാലും നിന്റെ കഴുത്ത് ഞാൻ താലി കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ അത്ര മണ്ടത്തരമൊന്നും ഈ ആകാശ് ഒരിക്കലും കാണിക്കാനായിട്ട് പോകുന്നില്ല. കാരണം ആകാശിന്റെ മനസ്സിൽ വേറെ പല ഗൂഢതന്ത്രങ്ങളും പ്ലാനുകളും ഉണ്ടായിരുന്നു. രചനയെ ഉപേക്ഷിക്കാനുള്ള പുറപ്പാടയ്ക്കുക. പക്ഷെ അതിനു വേണ്ടിയിട്ട് മഹേഷിനെ താർക്കാൻ വേണ്ടി മാത്രമാണ് രചനയെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഈ പറയുന്ന രചനയ്ക്ക് അതൊട്ടും മനസ്സിലായിട്ടുമില്ല. രചന മുറിയിലേക്ക് പോയെന്ന് ആലോചിച്ചു. മഹേഷിനെ വിളിച്ചു വരുത്തിയാണ് ഇന്ന് ആദ്യം അപമാനിച്ചിരിക്കുന്നത്. തനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേങ്കിൽ ഒന്നുമില്ലേലും അവളിന്റെ ഡാഡിയല്ലേ, അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. അവൻ ഇത്ര ചെറു പ്രായത്തിൽ തന്നെ അതിനേക്കാൾ ഉപരി അവന് പൈസ കൊടുത്ത്, ഒന്നും രണ്ടും അല്ല, 50,000 രൂപ ആകാശ് കൊടുത്തേ. അത്രയും രൂപയൊക്കെ പിള്ളേരുടെ കയ്യിലേക്ക് ഈ ചെറുപ്രായത്തിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വഴിതെറ്റിപ്പോയുള്ള കാരണം. അത് പക്ഷെ ആകാശിനോട് പറഞ്ഞ ആകാശിന് ഇഷ്ടപ്പെടില്ല. ആദിക്ക് വേണ്ടുന്ന അതാണ്, പണവും അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ആദ്യം മഹേഷിനെ തള്ളിപ്പറയുന്നത്. ഈ പറയുന്ന ആകാശിന് അറിയാം അവന്റെ ബലഹീനത എന്താന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അവനെ എങ്കിലും കൈക്കലാക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകാശിന്റെ മനസ്സിൽ. ഈ സമയം ഇഷിത ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത്. ഇഷിത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പിമോൾ ഓടിച്ച് നമ്മയെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറുമെന്ന് ഇഷിത ബാഗ് കൊണ്ട് വെച്ചിട്ട് ചോദിച്ചു, അല്ല മോൾ ഇന്ന് സ്കൂളിൽ പോയില്ലേന്ന് ചോദിക്കാം. പോയെന്ന് പറയണം. കാരണം പോയെന്ന് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പോയില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആഹാ, കൊള്ളാലോ, എന്നിട്ട് മോളിന്ന് എന്താ സ്കൂളിൽ പഠിപ്പിച്ചെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ചിപ്പിക്ക് എന്തും മറുപടി പറയാനും നടത്തില്ല. ഇത് സ്വപ്നവല്ലിയും രാമനാഥനൊന്നും പ്രതീക്ഷിച്ച കാര്യമില്ല. എന്താ പഠിപ്പിച്ച അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നു. ചിപ്പിക്ക് പെട്ടെന്നൊരു ആൻസർ കൊടുക്കാനില്ലായിരുന്നു. ആ സമയം ചിപ്പി പറഞ്ഞു, അത് പിന്നെ ഞാൻ സത്യം പറ ചിപ്പി, നിന്നെ സ്കൂളിൽ എന്താ പഠിപ്പിച്ചേ? ഇന്ന് സ്കൂളിൽ പോയതല്ലേ നീയാ, അപ്പൊ നിന്നെ സ്കൂളിൽ ഒന്നും പഠിപ്പിച്ചില്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ഞാനെന്നും പറഞ്ഞ് നിൽക്കുക. എന്താ നിനക്ക് പറയാൻ എന്താ മടി? സ്കൂളിൽ പോയ കുട്ടിക്കാണ് പെട്ടെന്ന് ചാടി ഉത്തരം പറയാലോ, പിന്നെ എന്തുകൊണ്ടാ നീ ചിപ്പി നീ പറയാത്തേന്ന് ചോദിക്കണം. ചിപ്പി ഒന്നും പറയാൻ നിൽക്കുന്ന കഴിയുമ്പത്തേനും പെട്ടെന്ന് സ്വപ്നവലി ഇടയ്ക്ക് കയറി. സ്വപ്നവലിക്ക് മനസ്സിലായി ഇനി ഇപ്പൊ ചിപ്പി ചിലപ്പം പറയാൻ പോകുന്ന ബർത്ത്ഡേ ഫംഗ്ഷന് പോയ കാര്യമായിരിക്കും, അത് അപകടമാണ്. പെട്ടെന്ന് അത് സ്വപ്നവലി പറഞ്ഞു, അത് പിന്നെ ചിപ്പി ഇന്ന് സ്കൂളിൽ പോയില്ല എന്ന് പറയണം. നേരാണോ ചിപ്പിന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാൻ സത്യം പറ, പോയില്ല എന്ന് പറയണം. എന്നിട്ട് എന്തിനാ ചിപ്പി കള്ളത്തരം പറഞ്ഞ് സ്കൂളിൽ പോയെന്ന് പറഞ്ഞേ? അത് അമ്മ വഴക്കു പറയുമെന്ന് പേടിച്ചിട്ടാ അമ്മ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞല്ലോ. ഈ സമയം സ്വപ്നവല്ലി പറഞ്ഞു, നീ എന്തിനാ കുഞ്ഞിനെ കൂടുതൽ പേടിപ്പിക്കുന്നേ? അതെ, അവളുടെ കാര്യത്തിൽ മഹേഷ് തീരുമാനം എടുത്തോളും, നീ കൂടുതൽ അവൾ ചോദ്യം ചെയ്യാനൊന്നും പോകണമെന്ന് പറയണം. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു, കണ്ടില്ലേ മോളെ, ഇവളെ ഓരോന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ? അവളിന്ന് സ്കൂളിൽ പോയില്ലെന്നും പറഞ്ഞുകൊണ്ട്. അവളിന്ന് സ്കൂളിൽ പോകേണ്ടത് ഞാനാ പറഞ്ഞേ. അവള് രാവിലെ എഴുതിക്കൊണ്ടിരുന്നപ്പോ അവളോട് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞോണ്ട് അവളിന്ന് പോവാതിരുന്നേ. പക്ഷെ അതിന്റെ പേരില് കണ്ടില്ലേ ചിപ്പിനെ ചോദ്യം ചെയ്യുന്ന കണ്ടില്ലേ? പാവം മോള്, അവൾ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അല്ല, ഇതൊക്കെ ചോദിക്കാനായിട്ട് ഇവൾ ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അമ്മയോട് മുമ്പ് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുന്ന്. പിന്നീട് ചിപ്പിയോട് പറഞ്ഞു, അതെ,
മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഡാഡിന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടിപ്പോയി മഹേഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. ആ സമയത്ത് ഇഷിത പറഞ്ഞു, ഓഹോ അപ്പൊ ഞാൻ ആരും അല്ലല്ലേ, അപ്പൊ എന്നോട് എന്ത് കള്ളത്തരം വേണേലും നിനക്ക് പറയല്ലേ ചിപ്പിമോളെന്ന് ചോദിക്കാം. അത് പിന്നെ സോറി അമ്മേ, അത് ഞാൻ അങ്ങനെ പറഞ്ഞത്, വേണ്ട കൂടുതലൊന്നും പറയണ്ട. ഈ കള്ളത്തരം പറയുന്ന കുട്ടികളൊന്നും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയണ, ഉള്ള സത്യം അങ്ങോട്ട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം. സ്കൂളിൽ നിന്ന് തന്നെ ചിപ്പിമോളുടെ സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ചിപ്പിമോള് ചെല്ലാത്ത എന്താന്ന് ചോദിച്ചോണ്ട, അത് ഞാൻ അറിഞ്ഞിട്ട് തന്നെ വന്ന് ചോദിച്ചേ. അത് സ്കൂളിൽ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അമ്മ അറിയില്ലെന്ന് മോള് വിചാരിച്ചോ? അവിടെ എന്ത് നടന്നാലും ഈ അമ്മ അറിയൂന്ന് പറയാ. ചിപ്പിമോള് പറഞ്ഞു, സോറി അമ്മേ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല, ഇനി ഞാൻ പോയായിരുന്നു അമ്മയോട് വന്ന് പറയാന്നൊക്കെ പറയാം. പക്ഷെ ചിപ്പിമോള് ഇന്ന് മഹേഷിനോടൊപ്പം ബർത്ത്ഡേ ഫംഗ്ഷൻ കാണാൻ പോയ കാര്യം പറഞ്ഞില്ല. ചിപ്പിമോൾക്കറിയാം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം അമ്മയും ഡാഡിയും തമ്മിൽ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാനും പോയില്ല. പിന്നീട് ചിപ്പിമോള് വലിയ വിഷമത്തിൽ മുറിയിലേക്ക് പോവാണ്. ഇങ്ങനെ ആ സമയത്ത് ഇഷിതയെ അങ്ങോട്ടേക്ക് പോയി. ആ സമയം മഹേഷിനോട് സ്വപ്നവല്ലി പറഞ്ഞു, ഞാനൊന്ന് ഭയന്നു ചിപ്പി എന്തെങ്കിലും പറയുവാന്ന്. ഒരുപക്ഷെ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് പോയതും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്ന. ചിലപ്പോൾ അത് കേട്ട് കഴിയുമ്പോഴത്തേനും ഇഷിതയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയണം. മഹേഷ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എത്ര നാൾ അവളിൽ നിന്ന് മൂടി വെക്കാണ്ട് പറ്റും. ഒരുപക്ഷെ ചിപ്പിയുടെ വായെന്ന് അറിയാതെങ്കിലും വീണു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ട ആള് നമ്മളാന്ന് പറയണം. അത് ശരിയാ, നോക്കട്ടെ അവള് പറയുമല്ലോ നോക്കട്ടെ, പറയുവാണെ മാത്രം നീ അതിന് ഉത്തരം കൊടുത്താൽ മതി മഹേഷ് എന്നൊക്കെ പറയണം. അല്ലെങ്കിൽ പിന്നെ അത് നൂറ് ചോദ്യങ്ങളൊക്കെ ഇടവരുത്തുമെന്നൊക്കെ പറയാം. ആ സമയം ചിപ്പുമോള് വിഷമിച്ചു പോയിരിക്കുമ്പോഴത്തേനും ചിപ്പുമോളുടെ അരിയിലേക്ക് ഇഷിത എല്ലുവാണ്. ഇഷിത എന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മോളോട് കള്ളത്തരം പറയുന്ന, നമ്മൾ എന്ത് ചെയ്താലും അത് പറയണം, സത്യസന്ധമായിട്ട് വേണം പറയാനായിട്ട്. കള്ളത്തരം പറയുന്ന ചീത്ത കുട്ടികളല്ലേ, അതുകൊണ്ടല്ലേ മോളെ അമ്മ വഴക്ക് പറഞ്ഞേ. മോൾക്ക് വിഷമമായെന്ന് ചോദിക്കാം. സാരമില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾക്ക് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ചിപ്പിമോൾക്ക് സന്തോഷമായി. ഇനി ഞാൻ കള്ളത്തരമൊന്നും പറയില്ലെന്നൊക്കെ ചിപ്പിമോള് പറയാം. കാരണം ചീത്ത കുട്ടികളെ എങ്ങനെയൊക്കെ പറയണേ, മോള് ചെറിയ പ്രായമല്ലേ, ഇപ്പോഴേ കള്ളത്തരമൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വലുതാകുമ്പോൾ വലിയ കള്ളിയും കള്ളനും ഒക്കെ ആയി പോവും. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്നും പറഞ്ഞുകൊണ്ട് നല്ല ഉപദേശം കൊടുക്കുകയാണ്. സ്കൂളിൽ പോയിരുന്ന എങ്ങനെ ശരിയാവുന്നേ, മോൾക്ക് ദേ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവണ്ടേ, മോളുടെ ആഗ്രഹം പോലെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. സ്കൂളിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കാം. അത് ശരിയാ, മോളുടെ ആഗ്രഹം എന്തായിരുന്നു, വലിയ സോഷ്യൽ വർക്കർ ആവണമെന്നൊക്കെ ആയിരുന്നു. ആ ആഗ്രഹം പോലെ നടക്കണമെങ്കിൽ സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ചോദിക്കാം. ഇനി ഞാൻ സ്കൂളിൽ പോയിക്കോളാം, സ്കൂളിൽ പോകാതെ ഇരിക്കില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് ചിപ്പുമോള കിടത്തി ഉറക്കിയിട്ടാണ് ഇഷിത മുറിയിലേക്ക് വരുന്നത്. ഈ സമയം മഹേഷിന്റെ ഫോണിലേക്ക് ആകാശ് വിളിക്കുകയാണ്. ആകാശ് വിളിച്ച് മഹേഷിന് മനസ്സിലായി ഇവൻ എന്തിനാ വിളിക്കണേന്ന്. തന്നെ വെല്ലുവിളിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും, ആള് കളിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. മഹേഷ് ആദ്യം കോൾ അവഗണിച്ചു, കോൾ എടുത്തില്ല. വീണ്ടും വിളിക്കുന്നിടത്തിന് മഹേഷ് കോൾ എടുക്കണം. ഹലോ, നിനക്ക് എന്താടാ വേണ്ടെന്ന് ചോദിക്കാം. നാണം കെട്ട് നീ പോയിരിക്കുമല്ലേ, എനിക്കറിയായിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടിയാ നീ വന്നേന്ന്. പക്ഷെ നിന്റെ മോനുണ്ടല്ലോ, അവൻ മിടുക്കനാടാ, അവൻ എന്നോടൊപ്പം ചേർന്ന് നിന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുക. കണ്ടോ, കുറച്ച് നാളൂടെ കഴിയുമ്പോഴത്തേനും നിന്റെ ഏറ്റവും വലിയ ശത്രു അവനായിരിക്കും, അതുപോലെ തന്നെ അവന്റെ ഏറ്റവും വലിയ ശത്രു നീയുമായിരിക്കും. അതിനുള്ള ചാൻസ് എല്ലാം കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നിന്നെ നന്നായിട്ട് അഭിനയിച്ച് അവൻ വരുത്തി നിന്റെ മുന്നിൽ നല്ല ഉഗ്രം പ്രകടനം തന്നെയല്ലേ അവള് കാഴ്ചവെച്ചെന്ന് ചോദിക്കുകയാണ്. അവളല്ല, അവൻ കാഴ്ചവെച്ചെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ മഹേഷ്, എടാ അവന് പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണ്, അവന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ ഒരിക്കലും അവൻ തിരിച്ചറിയൂടാ അവന്റെ ഈ ഡാഡിയാണ് അവന് നന്മകളൊക്കെ പകർന്നു കൊടുക്കണേന്ന്. നീ എത്ര ദുഷ്ടന ക്രൂരനാന്നുള്ള സത്യം അവൻ തിരിച്ചറിയുന്നു പറയാം. ഒരിക്കലും ഇല്ലടാ, അവന്റെ മനസ്സിലേക്ക് ഞാൻ വിഷം കുത്തി നിറച്ചുകൊണ്ടേയിരിക്കും നിന്നെക്കുറിച്ചുള്ള. കണ്ടു, അവസാനം അവനായിരിക്കും നിന്നോട് ഏറ്റവും വലിയ ശത്രുത. അവൻ നിന്റെ അരിയിലേക്ക് വരാൻ പോലും കൂട്ടാക്കില്ല. കണ്ടോ, അവൻ നിന്റെ ഡാഡിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കണ്ടോ അവൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ, നിനക്കെതിരെ അവൻ വിരൽ ചൂണ്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവന് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുന്നത്, നീ കണ്ടോന്നൊക്കെ പറയണം. അങ്ങനെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു വിഷമമൊക്കെ ഒന്നും മഹേഷിന്. കാരണം ആദ്യം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. അവന് തന്നോട് ഇത്രമാത്രം ദേഷ്യം ഉണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെങ്കിൽ ആകാശിന്റെ പണത്തിലായിരിക്കും അവന്റെ കണ്ണ്, അവനതൊക്കെ കണ്ടിട്ടായിരിക്കും. അല്ലെങ്കിൽ പണ്ട് മുതൽ അവൻ അങ്ങനെയായിരുന്നല്ലോ, സുഖജീവിതത്തിനോടായിരുന്നു അവന് താല്പര്യം. തനിക്കൊന്നും അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. പക്ഷെ തന്റെ സ്വപ്നങ്ങൾക്കൊന്നും അവനൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് മഹേഷിന് വിഷമായി. അങ്ങനെ മഹേഷ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇഷിത അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇഷിത എന്നിട്ട് എന്താ ഭയങ്കര ഒരു ചിന്തയിലാണല്ലോ എന്ന് പറയാം. അതെന്താ, എനിക്ക് ചിന്തിച്ചു കൂടെ നിൽക്കുക. ഓ, വെറുതെ ചോദിച്ചാണേ. ചില സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരിക്കും, ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതാണ്, അതുകൊണ്ട് ചോദിച്ചാ. എന്താ, എനിക്കെന്താ എപ്പോഴും ഞാൻ ചിരിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കും. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇഷിത പറയാണ്.
ആയിക്കോട്ടെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ട് കിടക്കാനായിട്ട് പോവാണ്. കിടക്കാൻ പോയി കഴിഞ്ഞപ്പോൾ മഹേഷ് ആലോചിച്ചു, ഇഷിതയോട് ഈ കാര്യങ്ങളൊക്കെ പറയണോ? വേണ്ട, തൽക്കാലത്തേക്ക് ഇത് പറയണ്ട, അവളുടെ മനസ്സിനെ വെറുതെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് മഹേഷും കിടക്കണം. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അവർ തമ്മിൽ. പണ്ടില്ലാത്ത എന്തോ ഒരു ഇഷ്ടം മഹേഷിനോട് ഇഷ്ടതയ്ക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. പ്രണയമാണെന്ന് പറഞ്ഞാൽ പ്രണയമാണെന്നും പറയാൻ പറ്റില്ല, ഇഷ്ടമാണോ എന്തോ ഒരു ഇത്. കാരണം തന്നെ പല ആപത്തുകളിൽ നിന്നും രക്ഷിച്ച മഹേഷ് ആണല്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത മഹേഷിനെ തന്നെ നോക്കിക്കിടക്കണം. അതുപോലെ തന്നെ മഹേഷും അവരുടെ ഉള്ളില് ചെറിയ പ്രണയമൊക്കെ ഉടലെടുക്കുന്നുണ്ട്. മഹേഷിന് മനസ്സിലായി താനിപ്പോ ഇഷിതനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷിതയ്ക്കും. ഇനിയിപ്പോ നമ്മൾ കാണാൻ പോകുന്ന അവരൊന്നാകുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.